വളരെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വെപ്പൺസ് ഒക്കെയാണ് ഇപ്പൊ ഗവൺമെന്റ് അവരുടെ ആൾക്കാരുടെ മേലെ പരീക്ഷിക്കുന്നത്. എന്തിനാണ് അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇറക്കി അങ്ങോട്ട് ഉപയോഗിക്കണം, അപ്പല്ലേ നാലാൾ അറിയുള്ളൂ ഓരോ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന്. ഒരാഴ്ച മുന്നേ നടന്ന ഒരു സംഭവമാണ്. അങ്ങ് നടക്കുന്നത് സെർബിയയിലാണ്. സെർബിയയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൊളാപ്സ് നടക്കുകയും അതിനെ ചൊല്ലിയിട്ട് വലിയൊരു പ്രൊട്ടസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. പിന്നീട് ആൾക്കാർ കൂടി 2 ലക്ഷം 3 ലക്ഷം ആൾക്കാരൊക്കെയാണ് പ്രൊട്ടസ്റ്റിൽ. അതായത് അവിടുത്തെ ഗവൺമെന്റിന്റെയും അവിടുത്തെ ഭരിക്കുന്ന ആൾക്കാർക്ക് എതിരെ ആണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത പോലെ കല്ലെറിയും ഒന്നുമില്ല, സമാധാനം, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണ്. അതുകൂടാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിൽ പെട്ടെന്ന് ഒരു സംഭവം വരികയാണ്. എന്തോ ഒരു ഭൂകമ്പമൊക്കെ വരുന്ന പോലെയാണ് ഒരു സംഭവം വരുന്നത്. നോക്കുമ്പോൾ സോണിക് ബൂം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സോണിക് ബൂം വെപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് സെർബിയൻ ഗവൺമെന്റ് സെർബിയയിലുള്ള ആൾക്കാരുടെ മേലെ തന്നെ ഉപയോഗിച്ചത്. ഈ വീഡിയോ ഒക്കെ കണ്ട പേടിയാവും. എന്തോ ഒരു ഇൻവിസിബിൾ എന്തോ ഒരു സാധനം വരുന്നു, ആൾക്കാരൊക്കെ പേടിച്ച് ഓടുന്നു. ഹൈ ഫ്രീക്വൻസിയിലുള്ള ഓരോ വേവ്സ് വിട്ടിട്ടാണ് സാധാരണ സോണിക് ബൂം ഒക്കെ ഉണ്ടാക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ആർക്കും ഇപ്പോൾ വലിയ പിടിയൊന്നുമില്ല. എന്തായാലും എന്തോ ഒരു ഇല്ലീഗൽ വെപ്പൺ ഈ സെർബിയൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഏലിയൻ കോൺസ്പിറസിന്റെ ആൾക്കാരൊക്കെ പറയുന്നത് ഇതെന്തോ ഏലിയൻ ടെക്നോളജിയാണ്, അതിന്റെ എന്തോ സംഭവമാണ് ഇവർക്ക് കയ്യിലുള്ളതെന്നൊക്കെയാണ്. ഒന്നും പറയാൻ പറ്റില്ല. 2025 നമ്മളുള്ളത്. പല കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇത് കുറച്ച് കാര്യം കഴിഞ്ഞിട്ട് വന്നാൽ പറയും ഇത് ഞങ്ങൾക്ക് ഏലിയന്റെ കയ്യിൽ നിന്ന് കിട്ടിയാന്ന്. ചിലപ്പോൾ ഗവൺമെന്റ് തന്നെ വന്ന് പറഞ്ഞാലും പറയും.